ആരായിരുന്നു പ്രോതിമ ബേഡി? എങ്ങനെയായിരുന്നു പ്രോതിമയുടെ മരണം? പ്രോതിമ ബേഡി ഇന്ത്യൻ മോഡലും ഒഡീസി നർത്തകിയുമായിരുന്നു. ബംഗളൂരുവിലെ ഹെസരഘട്ടയിൽ സ്ഥിതി ചെയ്യുന്ന നൃത്തഗ്രാം എന്ന നൃത്തവിദ്യാലയത്തിൻ്റെ സ്ഥാപക എന്ന നിലയിലാണ് പ്രോതിമ അറിയപ്പെടുന്നത്. മോഡലിംഗ് ഒരു കരിയറായി തിരഞ്ഞെടുക്കാനുള്ള പ്രോതിമയുടെ തീരുമാനത്തിന് അവളുടെ അച്ഛൻ എതിരായിരുന്നു. ഒരു ദിവസം ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൻ്റെ 1-ാം പേജിൽ പ്രോതിമയുടെ ചിത്രം അവളുടെ അച്ഛൻ കണ്ടു. അതിൽ ബോംബെ ഡൈയിങ്ങിൻ്റെ പരസ്യത്തിൽ പ്രോതിമ ഒരു നൈറ്റ് ഡ്രസ്സിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിതാവ് അത് കണ്ട് പ്രോതിമയെ ശിക്ഷിച്ചതിനെ തുടർന്ന് അവൾ വീടുപേക്ഷിച്ച് മുംബൈയിലേക്ക് താമസം മാറ്റി. ഒരു മോഡലായിട്ടാണ് പ്രോതിമ കരിയർ ആരംഭിച്ചത്. തൻ്റെ ധീരമായ ഫോട്ടോഷൂട്ടുകളിലൂടെ അവർ ഒരു വിജയകരമായ മോഡലായി സ്വയം സ്ഥാപിച്ചു. 1974 ഒരു മാഗസിനിൽ നഗ്നയായി വന്നതിന് ശേഷം വാർത്തകളിൽ ഇടം പിടിച്ചു. 8 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം 1977 പ്രോതിമ തൻ്റെ ഭർത്താവ് കബീർ വേദിയിൽ നിന്ന് നിയമപരമായി വിവാഹമോചനം നേടി. പർവീൺ ബായിയുമായുള്ള ഭർത്താവിൻ്റെ വിവാഹേതര ബന്ധമാണ് അവരുടെ വേർപിരിയലിന് കാരണമായത്. മോഡലിംഗ് ഉപേക്ഷിച്ച് നർത്തകിയാകാൻ പ്രോതിമ തീരുമാനിച്ചത് എങ്ങനെയാണ്? ഒരു ഫാഷൻ ഷോയ്ക്ക് പോവുകയായിരുന്ന അവർ ആകസ്മികമായി ഭൂലാഭായി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശിച്ചു. അവിടെ ശ്രീ കേളു ചരൺ മഹാപാത്ര തൻ്റെ വിദ്യാർത്ഥികൾക്കു വേണ്ടി ഒഡീസി നൃത്തം അവതരിപ്പിക്കുന്നത് കണ്ടു. ഗുരുവായി സ്വീകരിച്ച ശ്രീ കേളു ചരൺ മഹാപാത്രയിൽ നിന്ന് നൃത്തപരിശീലനം ആരംഭിച്ച ഉടനെ കുടുംബത്തിൽ നിന്നും ഒരു ഇടവേളയെടുത്ത് പ്രോതിമ ഗൗരി എന്ന പേര് സ്വീകരിച്ചു. ജുഹുവിലുള്ള പൃഥ്വി തിയേറ്ററിൽ സ്വന്തമായി ഒരു നൃത്തവിദ്യാലയം ആരംഭിക്കുകയും ചെയ്തു. 1990 മെയ് 11 ബംഗളൂരുവിനടുത്ത് ഒരു സൗജന്യ നൃത്തവിദ്യാലയം ആരംഭിച്ചു. അത് പുരാതന ഗുരുകുല പഠന സമ്പ്രദായത്തിൻ്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അവിടെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരേ കുടുംബമായി താമസിച്ചു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. 1992 മിസ് ബീറ്റ്സ് ചിൽഡ്രൻ എന്ന ഹോളിവുഡ് ചിത്രത്തിലാണ് അവർ അവസാനമായി അഭിനയിച്ചത്. 1994 പ്രോതിമ ഒരു വാർഷിക നൃത്ത സംഗീതോത്സവം ആരംഭിച്ചു. അതിൽ രാജ്യമെമ്പാടുമുള്ള നർത്തകരും കലാകാരന്മാരും ഒത്തുകൂടി. 1997 സ്കീസോഫ്രീനിയ ബാധിച്ച മകൻ സിദ്ധാർത്ഥ് ബേദി ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് പ്രോതിമ തൻ്റെ തല മൊട്ടയടിക്കുകയും എല്ലാ ഭൗതിക വസ്തുക്കളും ഇല്ലാതാക്കുകയും ചെയ്തു. നൃത്തവും ഉപേക്ഷിച്ചു. 1998 ഓഗസ്റ്റ് 12 പ്രോതിമ മാനസ സരോവരത്തിലേക്കുള്ള 33 ദിവസത്തെ യാത്രയ്ക്കായി പുറപ്പെട്ടു. തീർത്ഥാടനത്തിനിടെയുള്ള മണ്ണിടിച്ചിലിൽ അവർ മരിച്ചു. പിന്നീട് ഇന്തോ ടിബറ്റ് അതിർത്തിയിലെ മാൽപ്പ ഗ്രാമത്തിൽ നിന്ന് അവരുടെ അവശിഷ്ടങ്ങളും വസ്തുക്കളും കണ്ടെടുത്തു. പൂജ ബേഡി തൻ്റെ അമ്മയുടെ ആത്മകഥയായ ടൈം പാസ് ദ മെമ്മോയിസ് ഓഫ് പ്രോതിമ ബേദിയിൽ ഇങ്ങനെ എഴുതി: പ്രകൃതിയുമായി ഒന്നായിരിക്കാൻ അവർ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. മരണത്തിൽ പോലും അവർക്ക് അവരുടേതായ വഴിയുണ്ടായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. 1948 ഒക്ടോബർ 12 ജനിച്ച പ്രോതിമ 1998 ഓഗസ്റ്റിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആത്മാവിൽ സ്വതന്ത്രയായ പ്രോതിമയുടെ മറകളില്ലാത്ത ആത്മകഥയാണ് ടൈം പാസ്. ധീരയായ ഒരു കലാകാരിയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു അവരുടെ ജീവിതം.